കാലടിയിലെ അശാസ്ത്രീയമായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിനെതിരെ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി യാത്രക്കാർ ദുരിതത്തിലായി. കാലടി ബസ് സ്റ്റാൻഡിലെ അശാസ്ത്രീയമായ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണവും ഗതാഗതക്കുരുക്കും മൂലം സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായതിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ച നടത്തിയ പണിമുടക്കിനെ തുടർന്ന് ജനം വലഞ്ഞു. ഗ്രാമപ്രദേശങ്ങളായ ഇല്ലിത്തോട്, മലയാറ്റൂർ, മഞ്ഞപ്ര, ചുള്ളി, പാറപ്പുറം, ചേരാനല്ലൂർ, ചൊവ്വര തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർ യാത്രാ സൗകര്യമില്ലാതെ കഷ്ടത്തിലായി. അങ്കമാലി പെരുമ്പാവൂർ റൂട്ടിൽ KSRTC ഒരു ബസ് മാത്രമാണ് രാവിലെയും വൈകിട്ടും ഓരോ ട്രിപ്പ് ഓടിയത്. കാലടി മേഖലയിലെ 120-ൽ പരം വരുന്ന ബസ്സുകളിലെ ഉടമകളും ജീവനക്കാരും സംയുക്തമായിട്ടാണ് പണിമുടക്ക് നടത്തിയത്. സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ നിന്നും വിട്ടുനിന്നെങ്കിലും കാലടിയിലെ നിത്യേനയുള്ള ഗതാഗതക്കുരുക്കിന് ഒരു മാറ്റവും ഉണ്ടായില്ല. പ്രായോഗികമായ ബദൽ സംവിധാനം ഒരുക്കാതെ ബസ്സുകളെ റോഡിലേക്ക് തള്ളിവിട്ട നടപടിയെ തുടർന്ന് കരിദിനാചരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ നേരത്തെ ബസ് ഉടമകൾ നടത്തിയിരുന്നു. സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗത്ത് കനാലിനോട് ചേർന്ന ഭാഗം താൽക്കാലിക ബസ് സ്റ്റാൻഡിനായി സൗകര്യമൊരുക്കാൻ കഴിയുമെങ്കിലും അതിന് തുനിയാതെ പകരമായി മത്സ്യ മാംസ മാർക്കറ്റിലേക്കാണ് ബസ്സുകളെ മാറ്റാൻ നിർദ്ദേശിച്ചത്. എന്നാൽ ബസ്സുകൾക്ക് സുഗമമായി കയറിയിറങ്ങാനോ യാത്രക്കാർക്ക് കാത്തുനിൽക്കാനോ യാതൊരു സൗകര്യങ്ങളും ഒരുക്കാതെയാണ് ഇത്തരം തീരുമാനമെടുത്തത്. ബസ്സുകൾക്കും MC റോഡിൽ നിന്നും കയറിയിറങ്ങാൻ ഫലമുള്ള സ്ലാബുകൾ ഇടുന്നതിന് ആവശ്യമായ നടപടികൾ പോലും സ്വീകരിക്കാതെ കേവലം മാർക്കറ്റിന്റെ ഗേറ്റ് മാത്രമാണ് പൊളിച്ചു മാറ്റിയത്. യാത്രക്കാരും തന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞുപോലും നോക്കുന്നില്ല. ഇതിനിടയിൽ MC റോഡിന് അരികിലായി ഷീറ്റ് കൊണ്ട് ഒരു ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം തയ്യാറാക്കിയെങ്കിലും ബസ്സുകൾ ഈ ഭാഗത്ത് നിർത്തുമ്പോൾ പുറകിലായി വരുന്ന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാതെ ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുകയാണ്. മഴ ആരംഭിച്ച് സ്കൂൾ തുറക്കുന്നതോടെ സ്ഥിതി കൂടുതൽ വഷളാകും. ശ്രീശങ്കര പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച് ടൗൺ ചുറ്റി പ്രകടനമായിട്ടാണ് ബസ് ഉടമകളും ജീവനക്കാരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ എത്തി ധർണ നടത്തിയത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ പ്രസിഡന്റ് APGBയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം CITU അങ്കമാലി ഏരിയ സെക്രട്ടറി CK സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ബസ് ഉടമകളെ വിളിച്ച് ഒരു പ്രാവശ്യം ഒന്ന് സംസാരിച്ചു, വരുത്തി, അങ്ങനെ ഉണ്ടല്ലോ, ഒന്ന് സംസാരിച്ചു എന്ന് വരുത്തണം. കാരണം ഞങ്ങളെ വിളിച്ചൊന്ന് സംസാരിച്ചു പോലും ഇല്ലൊന്നും ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ വരുത്തല്. എന്നിട്ട് വരുത്തിയിട്ട് ചർച്ച തുടങ്ങണമെങ്കിൽ പകുതി ആവണേ മുമ്പ് തന്നെ പ്രസിഡന്റ് തീരുമാനം അറിയിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചു. അങ്ങനെയാണ് പിന്നെ തീരുമാനം അറിയിക്കാൻ ഒരു നോട്ടീസ് നൽകി കൊടുത്താൽ പോരെ. നമ്മളെ വിളിച്ച് ആശയവിനിമയം നടത്തണ്ടേ? ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഒരു ഭരണാധികാരി, എല്ലാ ഭരണാധികാരിയും അല്ല കേട്ടോ, നേരും ചൊവ്വും മര്യാദയും കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരി എന്താ ചെയ്യേണ്ടത്? വിളിക്കണം. നമ്മളെ മാത്രമല്ല, നമ്മള് ഇപ്പൊ 28 വർഷമായി ഇവിടെ ഈ സ്റ്റാൻഡ് വന്നിട്ട്. KG സുരേഷ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സ്റ്റാൻഡ് തുടങ്ങിയത്, അല്ലേ പോളി? KG സുരേഷ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഈ സ്ഥലമൊക്കെ ആ നിലയ്ക്ക് വാങ്ങിയിട്ടത് അനന്തപിള്ള എന്നുള്ള മനുഷ്യൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത്. അപ്പോഴാണ് ഇതിനൊക്കെയുള്ള സൗകര്യത്തിന് ഈ പാടമൊക്കെ മേടിച്ചിട്ടത് ഇന്നത്തെ പഞ്ചായത്ത്. PBOA ജില്ലാ സെക്രട്ടറി KM സിറാജ്, യൂണിറ്റ് സെക്രട്ടറി BO ഡേവിസ്, INTUC അങ്കമാലി റീജിയണൽ പ്രസിഡന്റ് ബാബു സണ്ണി, PBO പെരുമ്പാവൂർ പ്രസിഡന്റ് ജിജി തോമസ്, സെക്രട്ടറി KC രാമേന്ദ്രൻ, സജി സെബാസ്റ്റ്യൻ, ജോളി തോമസ്, TS സിജുകുമാർ, നവീൻ ജോൺ, ജിജോ ജോണി, KP പോളി, PD ഡേവിസ്, സുധീഷ്, സാബു, റസാഖ് എന്നിവർ സംസാരിച്ചു. കോൺഗ്രസ് ഭരിക്കുന്നതും അതിന് നേതൃത്വം നൽകുന്ന റോജി M ജോൺ MLA-യോടും അനവധി പ്രാവശ്യം പറഞ്ഞിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായില്ലെന്നും സമരക്കാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാലടി.